മഴവിൽ സഖ്യത്തിന്റെ സമരമോ എന്നാണ് ചോദ്യം. മഴവിൽ സഖ്യം എന്നുള്ളൊരു പ്രയോഗം യഥാർത്ഥത്തിൽ CPM ഇവിടെ ഇല്ലാത്ത ഒരു ശത്രുക്കളുടെ ഒരു കൂട്ടമായി ഒരു സംഘത്തെ കാണുകയാണ്. ഇല്ലാത്ത ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തോട് അതിശക്തമായ നിലപാട് അല്ലെങ്കിൽ സമരവിരുദ്ധമായിരിക്കും ഞങ്ങളുടെ നിലപാട് എന്ന് ഒന്ന് കടുപ്പിച്ച് പറയുകയാണെന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇതിലുള്ള തീരുമാനം എന്താണ്, നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഈ മഴവിൽ സഖ്യം എന്ന് പറയുന്നത്. ആ മഴവിൽ സഖ്യം എന്ന് പറയുമ്പോൾ അതിൽ SDP-യും ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമിയും BJP-യും ചേരുന്ന ഒരു സഖ്യം. അതൊരു വിചിത്ര സഖ്യമാണ്. അങ്ങനെ ഒരു സഖ്യം അതിൽ UDF-ഉം ഉണ്ട്, അതോടൊപ്പം തന്നെ SUCA-യും ഉണ്ട്, മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സഖ്യമാണ് ഈ മഴവിൽ സഖ്യം എന്നുള്ള പ്രയോഗം. നേരത്തെയും സർക്കാർ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ ഇതേ രീതിയിൽ തന്നെ MV ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ള ഒരു വാചകമാണ്. അതൊരു സ്ഥിരം ടെംപ്ലേറ്റായി മാറുകയാണ്. അപ്പോൾ അത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമരം ചെയ്യാം, പക്ഷേ സമരത്തിലെ ആവശ്യങ്ങൾ ശരിയല്ല എന്നാണ് പറയുന്നത്. ആശമാർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഇടതുപക്ഷത്തിനില്ല. പക്ഷേ അത് ഞങ്ങൾ കൂട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിൽ സമരം ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അവിടേക്ക് സമരം ചെയ്യാൻ കൂടെ വരാം എന്നുള്ള പ്രയോഗം നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അവർ കൂട്ടി തന്നിട്ടില്ലല്ലോ, അവർ തന്നില്ലല്ലോ എന്നുള്ള പ്രയോഗമൊക്കെയാണ് ഈ സമരക്കാരോട് നടത്തിയിരുന്നത്. അല്ലെങ്കിൽ അവരോട് അനുഭാവപൂർവ്വം അവരുടെ വിഷയം പരിഗണിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം ആദ്യഘട്ടത്തിൽ വരാതിരുന്നത് കൊണ്ടാകാം വലിയ രീതിയിലുള്ള വിമർശനം ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇനി ഡൽഹിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് അതും ഇന്ന് MV ഗോവിന്ദൻ പറയുന്നു ക്യൂബൻ സംഘത്തെ കാണാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്ന ഘട്ടത്തിൽ ഈ വിഷയം വലിയ രൂപത്തിൽ അവിടെ ചർച്ച ചെയ്യുമെന്ന രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമുണ്ട്. അതിനെ ഇന്ന് ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ നേരത്തെ നൽകിയ കത്ത് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. അതായത് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകുന്നത്. അതായത് പിറ്റേ ദിവസം ചർച്ച നടത്താൻ തലേദിവസം ഉച്ചയ്ക്ക് ആണ് ആ ആവശ്യം ഉന്നയിക്കുന്നത്. പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്, സ്വാഭാവികമായി അത് പരിഗണിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതായി അറിഞ്ഞിട്ടില്ല എന്നാണ് നഡ്ഡ പറഞ്ഞത്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ കാണുന്നത് നമുക്ക് ഇവിടെ സഭയിലെ പ്രതിഷേധം വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന VD സതീശൻ ഈ വിഷയം തുടർച്ചയായി ഉന്നയിക്കുന്നു. അപ്പുറത്ത് ഇന്ന് MP രാജേഷാണ് മറുപടി പറയുന്നത്. അപ്പോൾ ശാഠ്യമാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു ശാഠ്യമാകുന്ന ഒരു സമരം എന്നുള്ളതാണ്. ഇതിപ്പോൾ VS സർക്കാർ എത്ര കൊടുത്തതിൽ നിന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ 1000 ആക്കിയതെന്ന് ചോദ്യമുണ്ടല്ലോ. പടിപടിയായി കൂട്ടി എന്ന് പറയുന്നു. അപ്പോൾ ഈ പടിപടിയായി കൂട്ടിയ കാര്യം വരുമ്പോൾ ഈ 9 വർഷം ത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം കൂട്ടിയിട്ടുണ്ടെന്ന ചോദ്യം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ജോലിയല്ല അവർക്ക് കോവിഡിന് ശേഷം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇടത് സർക്കാരിനെ തുടർച്ചയായി രണ്ടാം ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ കൂടി പ്രധാന പങ്ക് വഹിച്ചവരാണ് ഈ ആശമാർ എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഈ 6 മണിയുടെ വാർത്താസമ്മേളനം, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം, മുഖ്യമന്ത്രി കരുതലോടെ പറഞ്ഞിരുന്ന വാചകങ്ങൾ, ആ വാചകങ്ങളിലേക്കുള്ള വിവരങ്ങൾ നൽകിയിരുന്നവരാണ് ഈ ആശമാർ എന്നുള്ളതാണ്. ഇവിടെ പുറത്തിറങ്ങാനും ആളുകളെ തൊടാനും മിണ്ടാനും ഒക്കെ ഭയന്നിരുന്ന ഒരു കാലത്ത് അവർക്കിടയിൽ പ്രവർത്തിച്ചവരാണ് ഈ ആശമാർ. അന്നൊക്കെ അവരെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഒരു അനാവശ്യ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്, ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള സമരത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നത് സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ സ്ത്രീകളാണ്. അവർ എത്ര മണിക്കൂറോളം പണികൾ എടുക്കുന്നു, അവരുടെ പണിയുടെ സ്വഭാവം എന്താണ്, ജോലിയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ അവർ വളരെ വിശദമായി പറഞ്ഞിട്ടും അവർക്ക് ആഴ്ചയിൽ 15 ദിവസമേ ജോലിയുള്ളൂ, ബാക്കി ദിവസം ഈ ജോലിയില്ല, അവർക്ക് മറ്റു ജോലി എടുക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കുറച്ചു കാലമായി നടന്നുകൊണ്ട്. കോവിഡിന് ശേഷം അങ്ങനെയല്ല അവരുടെ ജോലിയുടെ സ്വഭാവം എന്നുള്ളത് അവർ ഓരോരുത്തരും തന്നെ നമ്മളോട് അറിയിക്കുന്നുണ്ട്. ഇനി സമരവുമായി ബന്ധപ്പെട്ട BMS വേഷം മാറി SUCA ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. SUCA സമരത്തിലുണ്ട്. ഇനി BMS സമരത്തിൻ്റെ ഭാഗമായാൽ തന്നെ അതിനൊരു കുറ്റം പറയാമോ? BMS-ഉം CAT-യും ഒരുമിച്ച് എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ കേന്ദ്രം BJP ഭരിക്കുമ്പോഴും BJP-യുടെ നിലപാടുകൾക്കെതിരെ BMS നിലപാടുകൾ എടുത്തിട്ടുണ്ട്, ചില സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ BMS-ന് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരുടേതായ ഒരു സമീപനം എടുക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. BMS ഇതിൽ ഏതായാലും ഭാഗമായിട്ടില്ല. പക്ഷേ BMS വരുന്നു എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. തൊട്ടുകൂടാത്തവരും തിണ്ടിക്കൂടാത്തവരുമായിട്ടൊന്നുമില്ല. രാഷ്ട്രീയ നിലപാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഒരു വിഭാഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്തുണ അർപ്പിക്കാൻ ഒരു വിഭാഗം എത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഗൂഢലക്ഷ്യമാണ് ഈ സമരക്കാർക്ക്. ഇന്ന് ഈ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, ആശാവർക്കർമാരെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഈ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. BMS-ന് കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ ആദ്യം മേടിച്ചു കൊടുത്തിട്ട് കേരളത്തിൽ നിന്ന് മേടിച്ചു കൊടുത്താൽ പോലെ. അതെ, അതല്ല പറയുന്നത്. ആശാവർക്കർമാരെ ഉപയോഗിച്ചത്, അത് ഈ ആശാവർക്കർമാരെ ഉപയോഗിക്കുകയാണ്. അവർക്ക് സ്വന്തമായി പറയാൻ അറിയില്ല, അവർക്ക് സ്വന്തമായ നിലപാടില്ല, അവർക്ക് സ്വന്തമായ അനുഭവങ്ങളില്ല. അവരെ ഉപയോഗിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വന്തമായ അഭിപ്രായമില്ല, അവരുടെ അനുഭവമാണ് അവർ പറയുന്നത്. അവർക്ക് ആരും ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നവരല്ല. ഈ ആശാവർക്കർമാരോട് BMS-ന്റെ പിന്നെ അവർ ഈ സമരത്തോട് സഹകരിക്കാൻ വരുമ്പോൾ അവരോട് ഈ ആശാവർക്കർമാർ ചോദിക്കേണ്ട, അവിടെ സമരം ചെയ്യുന്ന
ആശാവർക്കന്മാർ ചോദിക്കേണ്ടേ, എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലത്? ആ നീകരിക്കേണ്ടത് നിങ്ങൾ അവിടെ സമരം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇവിടെ സമരത്തിരുന്നാൽ മതി പറയാനുള്ള ഒരു മര്യാദയില്ല. ഇല്ല, BMS ഞാൻ ചോദിച്ചു ഇന്നത്തെ ചർച്ചയിൽ, മിനിയോട് ഞാനത് ആവർത്തിച്ച് ചോദിച്ചാണ്, BMS നിങ്ങളുടെ കൂടെ സമരത്തിന് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. BMSന് പിന്തുണയുണ്ടായിരിക്കാം, സമരത്തിന് പിന്തുണ ഏൽപ്പിച്ച് അവിടെ വന്നിട്ടുണ്ടാകാം, അങ്ങനെ അവിടെ പലരും വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയമില്ലാത്തവരും കുറേ കാലം ഇടത് സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവരും ഒക്കെ തന്നെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നുണ്ട്. സമരവേദിയിൽ അവിടെ സമരം ഇരിക്കുന്നവരിൽ BMS ഇല്ല എന്ന് മിനി ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, രണ്ടാം തവണ സുരേഷ് ഗോപി വന്നപ്പോൾ ഇനി താങ്കൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ ഉന്നയിച്ചിട്ട് വരൂ, തീരുമാനമാക്കിയിട്ട് വരൂ എന്ന് മിനി പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തകർ അത് ഈ സമൂഹത്തിൽ നടന്നൊരു വേറെ സന്ദേശം ഉണ്ടല്ലോ, ആ സന്ദേശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. BMS ഇതിനോട് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ, ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ അതിന് സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം ഉണ്ടല്ലോ. ആ സന്ദേശം എന്ന് പറയുന്നത് ഇടത് സർക്കാരിനെതിരായിട്ടാണ്, ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടാണ്. അപ്പൊ ഈ സമരം ഈ പറയുന്ന കേരളത്തിലെ സർക്കാരിനോട് മാത്രമാണോ കേന്ദ്രത്തിനോട് കൂടിയാണോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഒരു സംശയമില്ല, ഇത് കേരളത്തോടുള്ള സമരമാണ്. കാരണം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണറേറിയം കൂട്ടുക എന്നത് തന്നെയാണ്. ഓണറേറിയമാണ് അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട തുക, അത് കൂട്ടുക എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടട്ടെ, ഇവിടുത്തെ സമരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇൻസെന്റീവ് കൂട്ടാമെന്ന് നഡ്ഡ പറയുകയെങ്കിലും ചെയ്തിട്ടുള്ളത്. എത്ര കൂട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ തന്ത്രം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനോടാണ് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഇതാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ അവിടെയാണ് ചോദിക്കേണ്ടത്, നിങ്ങളുടെ മുദ്രാവാക്യം ഇതാണ് ആകേണ്ടത് എന്തെങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഡിക്റ്റേറ്റ് ചെയ്യുക? അങ്ങനെയല്ലല്ലോ. അവർക്കറിയാം അവരുടെ ആവശ്യം എന്താണെന്ന്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നുള്ളത് ഓണറേറിയം കൂട്ടുക എന്നുള്ളതാണ്. 21,000 രൂപയാക്കുക എന്നുള്ളതാണ്. ഇവിടെ ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു തുക നൽകുക എന്നുള്ളതാണ്. ഇനി ഈ സമരത്തിൽ BMS എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സമര വിഷയം മാറ്റാനുള്ള തന്ത്രമാണെന്നേ. ഇതിപ്പോൾ ഒരുമിക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. ഈ BMSനൊക്കെ കുറ്റം പറയുന്നുള്ളൂ. ഈ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിൽ ആരൊക്കെയാണ് ഒരുമിച്ചുണ്ടായിരുന്നത്? സുഗതകുമാരി ഉണ്ടായിരുന്നു, അതിൽ കുമ്മനം ഉണ്ടായിരുന്നു, MA ബേബി ഉണ്ടായിരുന്നു, P പ്രസാദ് ഉണ്ടായിരുന്നു. ഇതെന്ത് തരം ഐക്യമാണ് എന്ന് പറയാമല്ലോ. ഇതിന് വേറെ എന്തെങ്കിലും തരം സഖ്യമെന്ന് വിളിക്കാമല്ലോ. വിഷയമാണ് പ്രധാനം. ഹിന്ദു ഐക്യവേദിന്റെ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ BJPന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലല്ല പറയുന്ന വെച്ചാൽ ആശയം എന്താണെന്നുള്ള കുമ്മനവുമായിട്ടൊന്നും ഒരു തരത്തിലും CPM സഹകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ വിഷയമാണ് പ്രധാനം. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സഖ്യമായിരുന്നു. സുഗതകുമാരിയും പ്രശ്നമുണ്ട് മേഡം. കേന്ദ്രം ഭരിക്കുന്നത് BJPയും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം പറയുന്നത് എന്താണ്? കേന്ദ്രവും ഒരു സംവിധാനം സഹകരിക്കുന്നില്ല. 7,000 രൂപ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞാൽ 1,000 രൂപ തുടങ്ങിയിട്ട് 7,000 രൂപ കൊടുത്തത് കേരള സർക്കാർ. അത്രയും പൈസ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് കേന്ദ്രം സഹകരിക്കാതെ ഇത്രയും വലിയൊരു ബാധ്യത കേരള സർക്കാർ മാത്രം എടുത്തു. ഇത് ഇന്നും നാളെയും കൊടുത്താൽ പോരല്ലോ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിന് മാത്രമായി മാറില്ല. ഒരു മിനിറ്റ്, ഓണറേറിയം കൂട്ടുക എന്നുള്ള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇരട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10,000 രൂപയാക്കാൻ, അന്ന് ഇവിടെ എത്രയും ഓണറേറിയം ഉണ്ടായിരുന്നു, 10,000 രൂപയാക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് CT നേതാവ് എളമരം കരീമാണ്. അന്ന് അദ്ദേഹം MLA ആണ്. അപ്പോൾ അന്നും ഇരട്ടിയുടെ അധികവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിയാനയിൽ സമരം ചെയ്യുമ്പോൾ, പശ്ചിമബംഗാളിൽ സമരം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം. അവിടെയും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ്. ഇവിടെ ഹരിയാനയിൽ എത്രയാണ് ആവശ്യപ്പെട്ടതെന്ന് അറിയോ? 3,000-ൽ നിന്ന് 26,000 ആക്കാനാണ്. അപ്പോൾ എത്രയാണ് അവർ ആവശ്യപ്പെടുന്നത്? അത് വലിയ തുകയാണെന്ന് പറയാമല്ലോ. അത് CIT അവിടെ ആവശ്യപ്പെടുമ്പോൾ നല്ല സമരവും ഇവിടെ ആവശ്യപ്പെടുമ്പോൾ തെറ്റായ സമരം എങ്ങനെയാവുന്നത്? കേന്ദ്രത്തോടല്ല സംസ്ഥാനത്തോടാണ് സമരം എന്ന് പറയും. ഇനി ശരി, കേന്ദ്രമാണ് കൂട്ടേണ്ടത് എന്ന ആവശ്യം ഞാനിതാ പറയാൻ പോകുന്നു എന്നിപ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. അത് ഇവർ ഈ സമരം ചെയ്യുമ്പോഴല്ല, അതിനു മുമ്പ് തോന്നണം ആ കാര്യം കൂട്ടണമെന്നുള്ള ആവശ്യം. ആ ആവശ്യം ഇവിടെ ഉന്നയിച്ചത് മഹാരാഷ്ട്രയും UPയും മാത്രമാണ് എന്ന് ഇന്ന് പാർലമെന്റിൽ നിന്ന് രേഖകൾ വന്നിട്ടുണ്ട്. കേരളം ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്രം കൂട്ടണമെന്ന്. ആശാവർക്കർമാരുടെ അവർക്ക് കിട്ടേണ്ട തുക കൂട്ടണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിൽ നിന്ന് പോയിട്ടില്ല. പോയത് മഹാരാഷ്ട്രയിൽ നിന്നും UPയിൽ നിന്നുമാണ്. അപ്പോൾ എന്താണ് ഈ ആത്മാർത്ഥത? ഇവർ ഈ സമരം ചെയ്യുമ്പോൾ ഇവരുടെ മുദ്രാവാക്യം മാറ്റാൻ വേണ്ടി ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. UPയിൽ ഓർഡിനറി എത്രയാ? എനിക്കറിയില്ല. ഓണറേറിയം കൂട്ടണമെന്ന്, ഓണറേറിയം കൂട്ടാനല്ല, ഓണറേറിയം അല്ല കേന്ദ്രം കൂട്ടുന്നത്, സംസ്ഥാന സർക്കാരല്ലേ ഓണറേറിയം കൂട്ടുന്നത്. കുറവായിരിക്കും, അതുകൊണ്ടാണ് അവർ കൂട്ടണം പറയുന്നത്. രണ്ട് കാര്യമുണ്ട്. ഇവിടുത്തെ ജോലി, വിവിധ സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരുടെ ജോലി വ്യത്യാസമുണ്ട്. അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് സ്മൃതി. അതല്ല, അതിനകത്തൊരു കാര്യം, ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ആശാവർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കഠിനമാണ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വില്ലേജിൽ ഒരു ആശാവർക്കർ മഹാരാഷ്ട്രയിൽ 3,500 ആണ്. 3,500 രൂപ ഓണറേറിയത്തിലാണ് മഹാരാഷ്ട്രയിലെ ഒരു ആശാ വർക്കർ പണിയെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 3,500 രൂപയ്ക്ക് പണിയെടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 7,000 രൂപ ഓണറേറിയവും ഇൻസെൻറ്റീവായിട്ട് 3,000 രൂപയും കൂടി 10,000 രൂപ ഒരു മാസം കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 333 രൂപ ഒരു ദിവസം വേതനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 3,500 രൂപ മഹാരാഷ്ട്രയിലുള്ളവർക്ക് വേതനം കൂട്ടാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് 7,000 വരെ കൂട്ടേണ്ട ഉത്തരവാദിത്വം മഹാരാഷ്ട്ര സർക്കാരിനുണ്ട്, ഇല്ലേ?
കാരണം എന്താണ്, അതൊരു മിനിമം വേജസ് ആണല്ലോ ആ 7,000 രൂപ എത്തിക്കുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 7,000 രൂപ ഓർഡിനറി മാത്രമല്ല 7,000 പ്ലസ് 1,200 എന്ന് പറയുന്ന ഇൻസെൻറ്റീവിൻ്റെ 40% കൊടുക്കണം, 8,200 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 200 കോടി രൂപ, 208 കോടി രൂപ എന്നാണ്, 206 കോടി രൂപേൻ്റെ ബാധ്യത ഒരു വർഷം. ഈ പറഞ്ഞ 21,000 ആശാ വർക്കർമാരുടെ ഒരു ബാധ്യത 26,000. അപ്പോൾ ഏകദേശം 220 കോടി രൂപയുടെ ബാധ്യത ഒരു വർഷം കേരള സർക്കാർ ആശാ വർക്കർമാരുടെ ബാധ്യതയുണ്ട്. അത്ര എന്തില്ല, അത്ര മഹാരാഷ്ട്ര യു പിയിലും ഇല്ല. അവരോട് കേന്ദ്രത്തിനോട് കൂട്ടാൻ പറയുന്നത് പോലെ കേരളം കൂട്ടാൻ പറയേണ്ട കാര്യം ഇപ്പോൾ സമയമില്ല. ആ സമയം എന്താണ് വരിക, ആരെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 7,000 രൂപ പോരാ, 10,000 രൂപ പോരാ, അത് കൂട്ടിത്തരണം എന്ന് കേരളം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൂട്ടിത്തരേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അവിടെയാണല്ലോ സമരം വരുന്നതും ഈ പറഞ്ഞ ഡിസ്കഷൻ വരുന്നതും. അത് അങ്ങനെയാണ് സംഭവിച്ചത്. 2016 തുടങ്ങി ഇങ്ങോട്ട് 2016 1,000 രൂപയിലിരുന്ന ഓർഡിനറിയം 7,000 രൂപയാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. 21 വരെ കൂട്ടി അല്ലേ? അതിനുശേഷം കേരള സർക്കാർ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയിലൊന്നും അല്ലല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രതയിലല്ല. ഇതിനിടയ്ക്ക് തന്നെ മന്ത്രിസഭാ തീരുമാനം ഉണ്ടാകുകയും കൂട്ടേണ്ടവർക്കൊക്കെ കൂട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം ഇത്ര ശക്തമായതും ഈ പ്രതികരണങ്ങൾ ശക്തമാകുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളാണ് കൂടുതൽ കൊടുക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ കർണാടകയിൽ കുട്ടികളെ കാര്യം അറിയാമല്ലോ. കർണാടകയിലും സമരം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഫിക്സഡ് ഓണറേറിയം 10,000 ആക്കിയിട്ടുണ്ട്. അത് ജനുവരി മാസം സമരം പ്രഖ്യാപിച്ചപ്പോൾ നടന്ന ഉറപ്പാണ്. അത് ഏപ്രിൽ മുതൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഏപ്രിൽ 1-ാം തീയതി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും സമരം ഉണ്ടാകും. ഏപ്രിൽ 1-ന് കൊടുക്കുമെന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അപ്പോൾ 10,000 ഓണറേറിയം എന്നുള്ള ഇപ്പോൾ കൂടുതൽ കിട്ടുന്ന കർണാടകത്തിനാണ്. അതിന് മുകളിൽ ഏപ്രിൽ 1 മുതൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുക. ആ ഉറപ്പാണ് അവർക്ക് അന്ന് കൊടുത്തത് സമര സമയത്ത്. ഏപ്രിൽ 1 മുതൽ കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി അവർ സമരത്തിലേക്ക് പോകും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞിട്ട് കർണാടക കൊടുത്തല്ലോ നമുക്ക് കൊടുക്കുന്നുണ്ടോ നോക്കാം. ഏതായാലും ഇവിടെ ഈ സമരത്തോടുള്ള സമീപനം വ്യക്തമാണ്. ഓണറേറിയം കൂട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമരത്തോടുള്ള നിലപാട് അതികഠിനമായിരിക്കും. ഈ ആശാ വർക്കർമാരുടെ സമരവും അതികഠിനമായി തന്നെ മുന്നോട്ട് പോകും. ഇന്നലെ മുതൽ തുടങ്ങിയ പട്ടിണി സമരത്തിൽ ഒരാൾ വീണിരിക്കുന്നു. ഒരാൾ വീഴുമ്പോൾ അടുത്തയാളിരിക്കും. ഏതായാലും ഈ 400 എന്ന കണക്ക് എന്ന് പുച്ഛിക്കുന്ന 400 എന്ന കണക്ക് എത്ര ദിവസം മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം. അത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഉറപ്പായിട്ടും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ നിരാഹാരം വരിക്കാൻ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ആശമാർ മാത്രമായിരിക്കില്ല, ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സമരത്തെ കേരളം കാണുന്നുണ്ട്. ഈ സമരത്തോടുള്ള സർക്കാരിൻ്റെ സമീപനവും കേരളം കാണുന്നുണ്ട്. Meet the editors.